I'm NMCL, BSc AC സർക്യൂട്ട്സ്. കഴിഞ്ഞ പോസ്റ്റിങ് ഞാൻ കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യും, ഇൻഡക്റ്റൻസ് കോയിലിൽ വോൾട്ടേജ് ലീഡ് ചെയ്യും എന്ന് കാണിച്ചു. അത് സാധാരണ DC എലമെൻറ്റ്സ് ഉപയോഗിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും കപ്പാസിറ്ററിൽ കറണ്ടാണ് ആദ്യം ജനറേറ്റഡ് ആവുക. അത് AC സർക്യൂട്ട് എടുത്തു കഴിയുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ T/4 ഒരു പീരീഡ്, ഒരു സൈക്കിളിൻ്റെ ടൈം പീരീഡ് T/4 സെക്കൻഡ് മുമ്പിൽ ആയിരിക്കും കറണ്ട്, അല്ല T/4 സെക്കൻഡ് പുറകിലായിരിക്കും വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുക. ഇതുപോലെ ഇൻഡക്റ്റൻസ് കോയിലിൽ വോൾട്ടേജ് T/4 സെക്കൻഡ് മുമ്പിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു ടൈം ഡിഫറൻസ് ഉണ്ട്. അതേ ഇൻ്റഗ്രേഷൻ്റെ ഒക്കെ സൗകര്യത്തിന് വേണ്ടി ഈ ടൈം ഫാക്ടറിന് പകരം നമ്മൾ ഫേസ് ആംഗിളാണ് പറയുക. 2π ഒരു സൈക്കിളെന്ന് പറയുമ്പോൾ ടൈം പീരീഡ് T ആണ്, ആംഗിൾ അപ്പോൾ 2π. ഇപ്പോൾ ഫേസ് എന്ന് പറയുമല്ലോ ഈ ആംഗിളിനെ, ഫേസ് 2π. അപ്പോൾ T/4 എന്ന് പറയുമ്പോൾ ഫേസ് π/2. അപ്പോൾ കറണ്ട് ലീഡ്സ് ഓൺ വോൾട്ടേജ് ബൈ എ ഫേസ് ഓഫ് π/4 ഇൻ കപ്പാസിറ്റർ. ഇൻഡക്റ്റൻസ് കോയിലിൽ വോൾട്ടേജ് ലീഡ് ചെയ്യും ബൈ എ ഫേസ് π/4. അത് ഇൻ്റഗ്രേഷൻ്റെ സൗകര്യത്തിന് വേണ്ടിയായി ഫേസ് ഉപയോഗിച്ച് ലീഡും ലാഗും ഒക്കെ പറയുക. ഇന്നിപ്പോൾ നമുക്ക് മറ്റ് ഡീറ്റെയിൽസ് കയറുന്നതിന് മുമ്പ് AC പവർ ഒന്ന് ചർച്ച ചെയ്യണം. അതാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ബേസ് ഒന്ന് പറയുന്നു. AB എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് എലമെൻ്റ് ആയിക്കോട്ടെ, അതിൻ്റെ വോൾട്ടേജ് V, പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്നിരിക്കട്ടെ. ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു കുളമ്പ് ചാർജ് എയിൽ നിന്നും ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യുന്ന വർക്ക് പെർ യൂണിറ്റ് ചാർജാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. എങ്കിൽ Q കുളമ്പ് ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ, എയിൽ നിന്നും ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യേണ്ട വർക്ക് W = V × Q. എങ്കിൽ പവർ, ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. അപ്പോൾ അത് ചാർജ് ആണെന്നല്ല ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ V × dQ/dt. dQ/dt ഈസ് കറണ്ട്. ചുരുക്കത്തിൽ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് × കറണ്ടാണ്. ഇത് മനസ്സിലിരിക്കുക, ബേസായിട്ടുള്ള കാര്യം. ഇനി അപ്ലൈഡ് AC വോൾട്ടേജ് V = V0 sin ωt എന്നിരിക്കട്ടെ. റെസിസ്റ്റൻസ് ഒഴിച്ച് ബാക്കി എലമെൻറ്റ്സ്, കപ്പാസിറ്റർ, ഇൻഡക്റ്റൻസ് ഇതൊക്കെ വരികയാണെങ്കിൽ കറണ്ട് തീർച്ചയായിട്ടും വോൾട്ടേജുമായിട്ട് ഒരേ ഫേസിലായിരിക്കില്ല, ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ കപ്പാസിറ്റർ ആണ് π/2 കറണ്ട് ലീഡ് ചെയ്യും, ഇൻഡക്റ്റൻസ് കോയിലാണ് π/2 ഫേസ് കറണ്ട് ലാഗ് ചെയ്യും. അപ്പോൾ ജനറലായിട്ട് ഇതെല്ലാം കൂടെ കോമ്പിനേഷനാണ് സർക്യൂട്ട്സിൽ വരുന്നത്, AC സർക്യൂട്ട്സിൽ. അപ്പോൾ ജനറലായിട്ട് തീറ്റ ഫേസ് ഡിഫറൻസ് വോൾട്ടേജും കറണ്ടും തമ്മിലുണ്ട് എന്നിരിക്കട്ടെ ജനറലായിട്ട്. എങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ I = I0 sin ωt + θ എന്ന് എഴുതാം. V0 is the peak voltage and I0 is the peak current. എങ്കിൽ സ്മോൾ വിയും സ്മോൾ ഐയും ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ്, ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടോ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ വോൾട്ടേജിൻ്റെ വാല്യൂവും കറണ്ടിൻ്റെ വാല്യൂവുമാണ് വിയും ഐയും. എങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് പവർ PI എന്ന് പറഞ്ഞാൽ V × I.
that is V0 I0 into sin omega t into sin omega t plus theta, or V0 I0 into sin omega t into sin omega t plus theta എന്ന് പറയുമ്പോൾ sin A plus B, that is sin omega t cos theta plus cos omega t sin theta, or that is V0 I0 into ബ്രാക്കറ്റ് മാറ്റുമ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് തീറ്റ പ്ലസ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഇൻറ്റു സൈൻ തീറ്റ, സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഇൻറ്റു സൈൻ തീറ്റ. എങ്കിൽ ഡി ടി സെക്കൻഡ് കൊണ്ട് ഉള്ള എനർജി, കൺസ്യൂം ചെയ്ത എനർജി എന്ന് പറഞ്ഞാൽ, എനർജി എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ടൈമാണ്. ഡി ഡബ്ല്യു ഈക്വൽസ് പി ഇൻറ്റു ഡി ടി. ഇതാണ്ട പി ഈക്വൽ ഡി ഡബ്ല്യു ബൈ ഡി ടി. സോ ഡി ഡബ്ല്യു ഈക്വൽസ് പി ഇൻറ്റു ഡി ടി. എങ്കിൽ ഒരു സൈക്കിൾ എടുക്കുമ്പോൾ എനർജി കൺസ്യൂംഡ് ഇ ഈക്വൽസ്, ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ഇൻ്റഗ്രൽ 0 ടു ടി ഓഫ് പി ഐ ഡി ടി. ആ പി ഐ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എങ്കിൽ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി, ആവറേജ് എനർജി ടോട്ടൽ എനർജി ബൈ പീരീഡ്. ടി സെക്കൻഡ് കൊണ്ട് കൺസ്യൂം ചെയ്ത എനർജി ആയി ഇൻ്റഗ്രൽ 0 ടു ടി പി ഐ ഡി ടി. എങ്കിൽ ആവറേജ് പവർ എന്ന് പറയുമ്പോൾ പി ആവറേജ് ഈക്വൽസ് ഇൻ്റഗ്രൽ 0 ടു ടി പി ഐ ഡി ടി ബൈ ടി. ഈ പി ഐ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പി ഐ മുമ്പേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പി ഐ എന്ന് പറയുന്നത് V0 I0 ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് തീറ്റ പ്ലസ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി സൈൻ തീറ്റ. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇൻ്റഗ്രൽ പി ഐ ഡി ടി ബൈ ടി. ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ സൗകര്യത്തിന് വേണ്ടി ടി അങ്ങ് മാറ്റി ആംഗിൾ ആക്കിയാൽ എളുപ്പമാണ്. ഡി ഒമേഗ ടിയുടെ സ്ഥാനത്ത് ടിയുടെ സ്ഥാനത്ത് ഡി ഒമേഗ 2π 0 ടു 2π ബൈ ഓഫ് പി ഐ ഡി ടി ഡി. അപ്പോൾ ഡി ഒമേഗ ടി എന്നെടുക്കണം. ടി എന്നുള്ളത് 2π ആംഗിളിലേക്ക് മാറ്റുമ്പോൾ ഇൻ്റഗ്രൽ 0 ടു 2π പി ഐ ഡി ടി എന്നുള്ള സ്ഥാനത്ത് അപ്പോൾ ഡി ഓഫ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ടി = 2π. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സൈൻസ് കോസ് തീറ്റ ഇവിടെ ഒരു കോൺസ്റ്റൻ്റാണ്. ഫേസ് ഡിഫറൻസ് തീറ്റ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോസ് തീറ്റ ഇൻ്റഗ്രേഷന് പുറത്തെടുക്കാം. പോയിട്ട് പിന്നെ ഇവിടെ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി, അത് ഈ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയറിൻ്റെ ആവറേജ് 1/2 ആണ്. സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഫലത്തിൽ സൈൻ 2 ഒമേഗ ടി വരും. സൈൻ ഫംഗ്ഷൻ്റെ ആവറേജ് ഓവർ 1 സൈക്കിൾ ഈസ് ഓൾവേസ് 0. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമിൽ ഇത് 1/2 ആകും ആവറേജ് എടുക്കുമ്പോൾ. കോസ് തീറ്റ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇത് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ ഫംഗ്ഷൻ തന്നെയാണ്. സൈൻ 2 ഒമേഗ ടി കയറി വരും. അതിൻ്റെ ആവറേജ് 0 സൈൻ തീറ്റ കോൺസ്റ്റൻ്റ്. അപ്പോൾ 0 ഇൻറ്റു കോൺസ്റ്റൻറ്റ് 0. ചുരുക്കത്തിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് പി ആവറേജ് ഈക്വൽസ് V0 I0 ഇൻറ്റു ഹാഫ് കോസ് തീറ്റ എന്ന് വരും. അതിൽ ആ 1/2 എന്നുള്ളത് √2 ഇൻറ്റു √2 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ V0/√2 ഇൻറ്റു I0/√2 ഇൻറ്റു കോസ് തീറ്റ. V0/√2 ഈസ് ദി RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് I0/√2 ഈസ് ദി RMS വാല്യൂ ഓഫ് കറണ്ട്. ചുരുക്കത്തിൽ പി ആവറേജ് അല്ലെ ഓർ പവർ കൺസ്യൂംഡ് ഈസ് VI കോസ് തീറ്റ. ഇതാണ് എ സി പവറിൻ്റെ ജനറൽ ഫോർമുല. ഇതിൽ പി എ അതിനെ ആക്ച്വൽ പവർ കൺസ്യൂംഡ് എന്ന് പറയും. അതാണ് ശരിക്കും കൺസ്യൂം ചെയ്യുന്ന പവർ.
അത് വാട്ടിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ വി ഐ നമ്മൾ നേരത്തെ കണ്ടു, പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നാണ്. അപ്പോൾ RMS വോൾട്ടേജ് ഇൻറ്റു RMS കറണ്ട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് പവറാണ് ആയിട്ട് നമുക്ക് നമ്മൾ ധരിക്കും. പക്ഷേ വി ഐ അല്ല പവർ, കൺസ്യൂം ചെയ്യുന്ന പവർ വി ഐയുടെ ഇൻറ്റു അതിനെ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആക്ച്വൽ പവർ കിട്ടുന്നത്. പക്ഷേ വി ഐ എന്ന് പറഞ്ഞാൽ പവറാണെന്ന്, കൺസ്യൂം ചെയ്ത പവറാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷേ അത് പവറാണ് താനും. അതുകൊണ്ട് വി ഐ എന്നുള്ളതിനെ അപ്പാരൻറ്റ് പവർ എന്നാണ് പറയുക. നമുക്ക് ഒറ്റ നോട്ടത്തിൽ വി ഐ വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പവർ കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് വി ഐ എന്നുള്ളതിനെ പവറായിട്ട് തെറ്റിദ്ധരിക്കും. പക്ഷേ അത് യഥാർത്ഥ പവർ അല്ല. അതിനെ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ പവർ കിട്ടുന്നത്. അതുകൊണ്ട് വി ഐ എന്നുള്ളതിനെ അപ്പാരൻറ്റ് പവർ എന്ന് പറയും. അത് ആക്ച്വൽ പവറിൽ നിന്നും തിരിച്ചറിയുന്നതിന് വേണ്ടി അതിൻ്റെ യൂണിറ്റ് വാട്ടിലല്ല പറയുന്നത്, മറിച്ച് വോൾട്ട് ആംപിയർ എന്നാണ് അതിൻ്റെ യൂണിറ്റ് ഉപയോഗിക്കുക. വി ഇൻറ്റു ഐ, വോൾട്ട് ഇൻറ്റു ആംപിയർ. അപ്പോൾ അപ്പാരൻറ്റ് പവർ ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ വോൾട്ട് ആംപിയർ. കോസ് തീറ്റയ്ക്ക് പറയുന്ന പേരാണ് പവർ ഫാക്ടർ ഓഫ് ദി സർക്യൂട്ട്. തീറ്റ ഈസ് ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഇതിൽ ഈ ഒരു ട്രയാങ്കിൾ ആദ്യം ഡിഫൈൻ ചെയ്യാം. നമുക്ക് അറിയാം പവർ ഇപ്പോൾ കിട്ടിയത് വി ഐ കോസ് തീറ്റ എന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ സങ്കല്പിക്കാം. അതിൻ്റെ ബേസായിട്ട് വി ഐ കോസ് തീറ്റ എടുക്കാം. ഹൈപ്പോട്ടിന്യൂസായിട്ട് ഇപ്പോൾ വി ഐ എടുക്കണം. എങ്കിൽ ഓൾട്ടിറ്റ്യൂഡായിട്ട് വരുന്ന വി ഐ സൈൻ തീറ്റയാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഇപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അപ്പാരൻറ്റ് പവർ, ബേസ് എന്ന് പറഞ്ഞാൽ അതാണ് ആക്ച്വൽ പവർ കൺസ്യൂംഡ്. മറ്റൊരു ഘടകം കൂടെ നമുക്കിപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്ന് വരുന്നുണ്ട്, ദാറ്റ് ഈസ് വി ഐ സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് ഇതിനെ പവർ ട്രയാങ്കിൾ എന്ന് പറയുക. ഇവിടെ ഇതിൽ വി ഐ ഈസ് ദി അപ്പാരൻറ്റ് പവർ, വി ഐ എന്ന് പറയുന്നതിന് ആക്ച്വൽ പവർ എന്ന് നമുക്കറിയാം. അപ്പം കിട്ടിയല്ലോ. വി ഐ കോസ് തീറ്റയ്ക്ക് ആക്ച്വൽ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ ശരിക്കും അവിടെ കൺസ്യൂം ചെയ്യുന്ന പവറാണത്. വി ഐ സൈൻ തീറ്റയ്ക്ക് ഐഡിൽ പവർ എന്നാണ് പറയുക. അത് ചിലവാകുന്ന പവർ അല്ല, ഐഡിൽ പവർ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇപ്പോൾ കറണ്ട് എടുത്തു കഴിഞ്ഞാൽ ഐ എന്ന് പറയുന്ന RMS കറണ്ടിന് രണ്ട് ഘടകമുണ്ടെന്ന് പറയാം, ഐ കോസ് തീറ്റ, ഐ സൈൻ തീറ്റ. ഐ കോസ് തീറ്റയ്ക്ക് ആക്റ്റീവ് കറണ്ട് ഓർ വാറ്റ്ഫുൾ കറണ്ട് കമ്പോണൻ്റ് എന്ന് പറയും, വാറ്റ്ഫുൾ കമ്പോണൻ്റ് ഓഫ് കറണ്ട്. ഐ സൈൻ തീറ്റയ്ക്ക് വാറ്റ്ലെസ് കമ്പോണൻ്റ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നും പറയും. അപ്പോൾ 3 പവറാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് വി ഐ ദറ്റ് ഈസ് ദി അപ്പാരൻറ്റ് പവർ, വി ഐ കോസ് തീറ്റ ദറ്റ് ഈസ് ആക്റ്റീവ് പവർ, വി ഐ സൈൻ തീറ്റ ഈസ് ദി ഐഡിൽ പവർ, ചിലവാകാതെ നിൽക്കുന്ന പവർ. ഇനി ഈ പവർ ഫാക്ടർ കോസ് തീറ്റ എന്താ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് തൽക്കാലം ഒന്ന് ഓടിച്ച് കാണാം. നമുക്കറിയാം പി ആവറേജ് ഈക്വൽസ് വി ഐ കോസ് തീറ്റ എന്നാണ്, ഫ്രം വിച്ച് ഐ ഈക്വൽസ് പി എ ബൈ വി കോസ് തീറ്റ. ഇപ്പം നമുക്ക് 250 വോൾട്ടിൽ 1000 വാട്ട് പവർ ഡെലിവർ ചെയ്യണം എന്നിരിക്കട്ടെ. എങ്കിൽ ഐ എന്ന് പറയുന്നത് 1000 ബൈ വി 250 ഇൻറ്റു കോസ് തീറ്റ, പവർ ഫാക്ടർ 0.01 എന്നിരിക്കട്ടെ കോസ് തീറ്റ. എങ്കിൽ കറണ്ട് ഇപ്പോൾ 400 ആംപിയർ ആവും. ഇതേ പവർ ഇതേ വോൾട്ടേജിൽ കോസ് തീറ്റ 1 മാക്സിമം പവർ ഫാക്ടർ മാക്സിമം ഉള്ള സർക്യൂട്ടിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ കറണ്ട് 1000 ബൈ 250 ഇൻറ്റു 1 ദറ്റ് ഈസ് 4 ആംപിയർ.
അപ്പോൾ പവർ ഫാക്ടർ കുറഞ്ഞിരുന്ന കറണ്ട് 400 ആംപിയർ വളരെ കൂടും കറണ്ട്. പവർ ഫാക്ടർ കൂടിയിരിക്കുമ്പം കറണ്ട് സർക്യൂട്ടിൽ കുറയും. അപ്പോൾ ചുരുക്കത്തിൽ പവർ ഫാക്ടറിൻ്റെ സിഗ്നിഫിക്കൻസ് ഇവിടുന്ന് വ്യക്തമാണ്. പവർ ഫാക്ടർ കുറഞ്ഞിരുന്നാൽ ഡിസ്ട്രിബ്യൂഷൻ ലൈനിലായാലും റിസീവർ എൻഡിൽ, അതായത് ഹോം സർക്യൂട്ടിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന എൻഡിൽ ശക്തമായ കറണ്ട് ഡെവലപ്പ് ചെയ്യുക, അതിഭയങ്കരമായ കറണ്ട്, ഹെവി കറണ്ട് കയറി വരും. അത് ഇൻസുലേഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കും, ഹീറ്റിംഗ് എഫക്റ്റ് കണ്ടമാനം കൂടും, I²R ലോസ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ കണ്ടക്ടേഴ്സ് കേബിൾസിനൊക്കെ വലിയ തിക്നെസ് കൊടുക്കേണ്ടി വരും. അത് കോസ്റ്റ് എഫക്റ്റീവ് ആവില്ല. മാത്രമല്ല പല പ്രശ്നങ്ങളുണ്ടാകും. ഒരു മുറിയിൽ വയറിങ് നടത്തി കഴിയുമ്പോൾ പിന്നെ മേശയും കസേരയും ഒന്നും ഇടാൻ സ്ഥലമുണ്ടാവില്ല. അപ്പോൾ പവർ ഫാക്ടർ കുറഞ്ഞിരുന്നാൽ സർക്യൂട്ടിലെ കറണ്ട്, ഹൈ കറണ്ട് കയറി വരും. അത് ട്രാൻസ്മിഷനും ബുദ്ധിമുട്ടുണ്ടാക്കും, റിസീവിങ് എൻഡിലും പ്രശ്നങ്ങളുണ്ടാകും, പല പ്രശ്നങ്ങളാണ്. ഇൻസുലേഷൻ പ്രോബ്ലംസും എല്ലാം ക്രിയേറ്റ് ചെയ്യും ആംപിയർ കൂടിയിരുന്നാൽ. അപ്പോൾ പവർ ഫാക്ടർ കൂട്ടിവെച്ചാൽ നമുക്ക് കറണ്ട് നിയന്ത്രിക്കാം. മോഡറേറ്റ് കറണ്ടിൽ നമുക്ക് ട്രാൻസ്മിഷൻ നടത്തുകയും റിസീവിങ് എൻഡിൽ അത് ഉപകാരപ്പെടുകയും ചെയ്യും. എക്വിപ്മെൻസിനുമൊക്കെ ഹെവി കറണ്ട് താങ്ങേണ്ടി വരില്ല. അപ്പോൾ പവർ ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് AC സർക്യൂട്ട്സിൽ. ഇത് നമ്മൾ ഇനി ചില ക്വസ്റ്റ്യൻസിലൊക്കെ കയറി വരും. പവർ ഫാക്ടർ വളരെ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പ്രാക്ടീസിൽ പവർ ഫാക്ടർ വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് ഇൻസുലേഷൻ പ്രോബ്ലംസ്, എക്വിപ്മെൻസിനാണെങ്കിൽ തന്നെ അതിനുള്ള ഹെവി കറണ്ട് താങ്ങുന്നതിനുള്ള പ്രൊവിഷൻസ് ഒന്നും കൊടുക്കേണ്ടി വരും പവർ ഫാക്ടർ കുറഞ്ഞിരുന്നാൽ. അപ്പോൾ പവർ ഫാക്ടർ കൂട്ടിവെക്കുക എന്നുള്ളത് AC സർക്യൂട്ടിൻ്റെ ഒരു ആവശ്യമാണ്, ടു ലിമിറ്റ് കറണ്ട് വിതിൻ എ സേഫ്റ്റി ലിമിറ്റ്. കൂടുതൽ ഇനിയിപ്പോൾ AC സർക്യൂട്ട്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ കടക്കും. താങ്ക് യു.